ദിവസത്തിലെ ചിന്തയ്ക്കായിട്ട് ഞാൻ മറ്റൊരു ഭാഗം എടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 13 വരെയുള്ള ഭാഗങ്ങളാണ്. ഞാൻ ആ ഭാഗങ്ങളൊക്കെ പെട്ടെന്ന് ആ ഭാഗം നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന 10 കന്യകമാരുടെ ഉപമയാണ്. 5 പേര് ബുദ്ധിയുള്ളവരും 5 പേര് ബുദ്ധിയില്ലാത്തവരും. ബുദ്ധിയുള്ളവർ വിളക്കെടുത്തു, ബുദ്ധിയില്ലാത്തവർ വിളക്കെടുത്തപ്പോൾ എണ്ണ എടുത്തില്ല. ബുദ്ധിയുള്ളവരോ വിളക്കോടുകൂടെ പാത്രത്തിൽ എണ്ണയും എടുത്തു. ഹല്ലേലൂയ. പിന്നെ മണവാളൻ വന്നപ്പോൾ അർദ്ധരാത്രിയിൽ മണവാളൻ വരുന്നു എന്ന് എതിരേൽക്കുവാൻ പുറപ്പെടുകയും എന്ന ആർപ്പുവിളി ഉണ്ടായപ്പോൾ കന്യകമാർ എഴുന്നേറ്റു, വിളക്ക് തെളിച്ചു. എന്നാൽ ബുദ്ധിയില്ലാത്തവർ ബുദ്ധിയുള്ളവരോട്, ഞങ്ങളുടെ വിളക്ക് കെട്ടുപോകുന്നത് കൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരുവീൻ എന്ന് പറഞ്ഞു. ബുദ്ധിയുള്ളവർ, ഞങ്ങൾക്കും നിങ്ങൾക്കും പോരാ എന്ന് വരികാതിരിക്കാൻ നിങ്ങൾ വിൽക്കുന്നവരുടെ അടുക്കൽ പോയി വാങ്ങിക്കൊള്ളുവീൻ എന്ന് ഉത്തരം പറഞ്ഞു. ഹല്ലേലൂയ. ഇതിൻ്റെ അല്പം ഇതിൻ്റെ ഒരു ബാക്ക്ഡ്രോപ്പ്, ഒരു കോൺടെക്സ്റ്റിലോട്ട് പോയാൽ ഒരു ജൂയിഷ് വിവാഹം അതിൻ്റെ സ്റ്റെപ്പുകൾ നാം പഠിച്ചാൽ മനസ്സിലാക്കിയാൽ ഈ വചനത്തിൻ്റെ ആഴങ്ങൾ കുറച്ചുകൂടെ നമുക്ക് മനസ്സിലാക്കാം. 1-2 കാര്യങ്ങൾ ദൈവവചനത്തിൽ കമ്പാരിസണായിട്ട്, രക്ഷയുടെ സാൽവേഷൻ്റെ കമ്പാരിസണായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, ഒരു മാരേജാണ്. ഒരു മാരേജ്. അപ്പോൾ ഈ മാരേജിൻ്റെ ഓരോ സ്റ്റെപ്പും നമ്മുടെ ഒരു രക്ഷയുടെ ഓരോരോ സ്റ്റെപ്പുകളായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് കഴിയും. രണ്ടാമത് കർത്താവിൻ്റെ വരവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന മറ്റൊരു ഉപമ വിളവെടുപ്പാണ്, ഹാർവസ്റ്റ്. ഞാൻ അതിലേക്ക് കയറുന്നില്ല. ഈ ജൂയിഷ് മാരേജ് കുഞ്ഞുങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. ജൂയിഷ് മാരേജ് അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചാൽ ബ്രൈഡിനെ സെലക്ട് ചെയ്യാനുള്ളത്. ആദ്യം ബ്രൈഡിനെ സെലക്ട് ചെയ്യുക. അപ്പോൾ ഈ ബ്രൈഡിനെ സെലക്ട് ചെയ്യുന്ന ആ പ്രോസസ്സ് ചെയ്യുന്നത് ബ്രൈഡ് ഗ്രൂമിൻ്റെ ഫാദറാണ്. അപ്പോൾ പിതാവാണ് ബ്രൈഡിനെ സെലക്ട് ചെയ്യുന്നത്. നമുക്ക് പല വേദഭാഗങ്ങൾ വായിച്ചാൽ അതിന് ഉദാഹരണങ്ങൾ കാണുവാനായിട്ട് കഴിയും. അബ്രഹാം തൻ്റെ മകനായ ഇസ്ഹാക്കിന് വേണ്ടിയിട്ട് ഒരു ബ്രൈഡിനെ അന്വേഷിച്ച് തൻ്റെ ചാർച്ചക്കാരനെ പറഞ്ഞയക്കുന്നത് പഴയ നിയമത്തിൽ നാം വായിച്ച് മനസ്സിലാക്കാറുണ്ടല്ലോ. പുതിയ നിയമത്തിൽ ഒരു ഭാഗം 1 പത്രോസ് 1-ാം അധ്യായത്തിലെ 2-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്. പിതാവായ ദൈവത്തിൻ്റെ മുന്നറിവിന് ഒത്തവണ്ണം. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിൽ ഈ ജൂയിഷ് വിവാഹത്തിന് ചെറുക്കനല്ല ആദ്യം പോയി കാണുന്നത്. ഇനി ചെറുക്കൻ പോയി കണ്ടാലും ഉടനെ ഡേറ്റിങ്ങിന് വേണ്ടിയിട്ട് വിളിക്കുകയൊന്നുമല്ല ചെയ്യുന്നത്. എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പിതാവിനോട് പോയി പറയുകയാണുള്ളത്. അപ്പോൾ പിതാവാണ് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. അതാണ് നമ്മുടെ രക്ഷയുടെയും ആദ്യത്തെ സ്റ്റെപ്പ് വെച്ചത് സ്വർഗസ്ഥനായ പിതാവാണ്. ഹല്ലേലൂയ. കാര്യം പിതാവിന് നമ്മെ ഇഷ്ടപ്പെടുവാൻ, അല്ലെങ്കിൽ പിതാവിൻ്റെ ഓൾ പർപ്പസ് പുത്രന് വേണ്ടിയിട്ടൊരു ബ്രൈഡിനെ എടുക്കണം. അപ്പോഴാണ് പിതാവ് നമ്മളെ കണ്ടത്. പലപ്പോഴും പല വചനത്തിൽ നിന്ന് നാം വായിക്കാറുണ്ട്. നമ്മെ കണ്ടത്, നാം അമ്മയുടെ ഉദരത്തിൽ ഗുരുവാകുന്നതിന് മുമ്പേ നമ്മെ കണ്ട ദൈവം, സ്വർഗ സ്ഥാപനത്തിന് മുമ്പേ, ഈ ഭൂമിയുടെ സ്ഥാപനത്തിന് മുമ്പേ നമ്മെ കണ്ട ദൈവം. അപ്പോൾ പിതാവാണ് ആദ്യം നമ്മളെ സെലക്ട് ചെയ്യുന്നത്. നമ്മുടെ സ്റ്റേജുകൾ നാം മനസ്സിലാക്കണം. കർത്താവദാസൻ പറഞ്ഞതുപോലെ നാം അവിടെ ആയിരിക്കുന്നതിൻ്റെ വലിയൊരു സീരിയസ്നെസ്, അല്ലെങ്കിൽ നാം ആരാണെന്നുള്ള ബോധ്യം, നാം ഏത് സ്റ്റേജിലാണെന്നുള്ള ബോധ്യം നമുക്ക് വ്യക്തമായി അറിയണം. ആരെങ്കിലും രക്ഷിക്കപ്പെട്ടോ എന്ന് ചോദിച്ചപ്പോൾ തലയെ ചൊറിഞ്ഞുകൊണ്ട് നിൽക്കാതെ അതിൻ്റെ ഏത് സ്റ്റേജിലാണ് നാം ആയിരിക്കുന്നതെന്നുള്ള ഒരു ബോധ്യം നിങ്ങൾക്കുണ്ടായിരിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കണം. ഞാൻ വളരെ ഒരു കഥയായിട്ടാണല്ലോ പറയുന്നത്. ആദ്യം പിതാവ് സെലക്ട് ചെയ്യുന്നു, വധുവിനെ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം അതിൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പിതാവ് പൈസ കൊടുക്കണം. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതിന് വിപരീതമായിട്ടാണ് ജൂയിഷ് വിവാഹത്തിൽ പിതാവ് ഈ ബ്രൈഡ് ഗ്രൂമിൻ്റെ ബ്രൈഡിൻ്റെ ഫാദറിന് പൈസ കൊടുക്കണം. അത് നല്ലൊരു എമൗണ്ട് താൻ കൊടുക്കേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ ഈ ബ്രൈഡിനെ എത്രത്തോളം ഈ പുത്രൻ ഇഷ്ടപ്പെട്ടോ അതിനനുസരിച്ചുള്ള ഒരു വില.
കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ ഭാഗം ഇങ്ങനെ എഴുതിയിരിക്കുന്നത് നോർമലി ഈ അന്നത്തെ ഈ പറഞ്ഞ ബ്രൈഡിനെ കോമ്പൻസേറ്റ് ചെയ്യുവാനായിട്ടുള്ള അതിനുള്ള പൈസ പിതാവ് കൊടുക്കേണ്ടതായിട്ട് വരും. ഇത് പുതിയ നിയമത്തിൽ വരുമ്പോൾ 1 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 18-19 വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു, knowing that you were ransomed from futile ways inherited from your forefathers, not with the perishable things such as silver or gold, but the precious blood of Jesus, that's like the lamb without blemish or spot. വ്യർത്ഥവും ഋതുപാരമ്പര്യവുമായ നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കൾ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ട് അത്രയെന്ന് നിങ്ങൾ അറിയുന്നത്. ഇപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വില കൊടുക്കുക എന്നുള്ളതാണ്. പുതിയ നിയമസഭയെ നമുക്ക് വേണ്ടിയിട്ടുള്ള വില കർത്താവ് കൊടുത്തു. അപ്പോൾ അതിനകത്തൊരു ചോദ്യം വരും, ഈ വിശ്വാസികൾക്ക് വേണ്ടിയിട്ടുള്ള വില മാത്രമാണോ കൊടുത്തത്? അല്ല, ലോകത്തിൽ മനുഷ്യവർഗത്തിന് വേണ്ടിയിട്ടുള്ള സകല മനുഷ്യവർഗത്തിന് വേണ്ടിയിട്ടുള്ള വില കൊടുത്തു. അത് ആർക്ക് വേണ്ടിയിട്ടാണ് കൊടുത്തത്? ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയിട്ട് മാത്രമാണോ? അല്ല, ഹിന്ദുക്കൾക്ക് വേണ്ടി കൊടുത്തു, മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുത്തു, മനുഷ്യരായിട്ട് ജനിച്ച സകലർക്കും വേണ്ടിയിട്ടുള്ള വില കൊടുത്തു. ഹല്ലേലൂയ. പക്ഷേ അവിടെ ഒരു കോൺട്രാക്ട് ഇതുവരെ ആയിട്ടില്ല. ഇനി അതിന്റെ 3-ാമത്തെ സ്റ്റേജാണ് കോൺട്രാക്റ്റിലേക്ക്, കവനന്റിലേക്ക് കയറുന്ന ഒരു സ്റ്റേജ്. അതിനെ കെതൂബ അല്ലെങ്കിൽ ബിട്രോത്തൽ, നമ്മുടെ നാട്ടിലൊക്കെ വിവാഹത്തിന് മുമ്പ് നടത്തുന്ന വിവാഹ നിശ്ചയം. അപ്പൊ ഈ നിശ്ചയത്തിന്റെ 1-2 സ്റ്റേജുകളുണ്ട്. നമ്മുടെ നിശ്ചയം എന്താ പറഞ്ഞ വിവാഹത്തിന് മുമ്പ് ഒരു പ്രീ ആയിട്ട് നടത്തുന്ന ഒരു കാര്യമാണെങ്കിൽ ഇവിടെ അങ്ങനെയല്ല. ഒരു കവനന്റിലേക്ക്, കോൺട്രാക്ട് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു പാർട്ട് നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ബിട്രോത്തലാണ്. അല്ലെങ്കിൽ ഇവിടെയാണ് കവനന്റ്, കോൺട്രാക്ട് സൈൻ ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ആദ്യത്തെ ഭാഗമായിട്ട് എന്താ നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പിതാവിന്റെ ഈ പെൺകൊച്ചിന്റെ ഫാദറിന് ഒരു കോൺട്രാക്ട് കൊടുക്കും. ഈ കോൺട്രാക്റ്റിനകത്ത് ഈ കുഞ്ഞിനെ എങ്ങനെയാണ് നോക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇവളോടുള്ള പ്രോമിസസ് എല്ലാം ഈ കോൺട്രാക്റ്റിനകത്ത്, ഈ കവനന്റ് ആകുന്നുണ്ട്. ഇപ്പൊ പുതിയ നിയമസഭയിൽ ഇത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇതാണ് കോൺട്രാക്ട്. ഇത് മുഴുവനും ദൈവത്തിന്റെ പ്രോമിസസ് ആണ്. ഇത് മുഴുവനും ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളാണ്. ദൈവത്തിനെ എങ്ങനെ ഇനിയും ഈ വിവാഹത്തിന് ശേഷം എങ്ങനെയായിരിക്കണം എന്നൊക്കെ ഉള്ള എല്ലാ കാര്യങ്ങളും ഈ ദൈവവചനത്തിലുണ്ട്. ദൈവവചനം വായിച്ചു നോക്കുന്നവർക്കറിയാം ഇതെല്ലാം പ്രോമിസാ. ഏത് വാക്യം എടുത്തിട്ട് നിങ്ങൾക്ക് പ്രോമിസ് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. ഹല്ലേലൂയ. ഏത് വാക്യത്തിലും ദൈവത്തിന്റെ പ്രോമിസുകളുണ്ട്. അപ്പൊ ഇതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു ഭാഗം. ഇത് വളരെ സീരിയസ് ആയിട്ടാണ് ജൂയിഷ് കൾച്ചറിൽ ചെയ്യുന്നത്. കാര്യം അവര് ലോ ഒബേ ചെയ്യുന്ന, അല്ലെങ്കിൽ ലോ ബൈൻഡിങ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. അവർക്കൊരിക്കലും നിയമം തെറ്റിക്കുവാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് വളരെ സീരിയസ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ വിവാഹ ഉടമ്പടി. ഹല്ലേലൂയ. അത് ഈ വിവാഹത്തിന് റിയൽ മാരേജിന് മുമ്പോട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇത് കൊടുത്തതിന് ശേഷം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആദ്യം പിതാവിന് ഇഷ്ടപ്പെട്ടു, രണ്ടാമത് അതിൻ്റെ ഒരു റാൻസം പേ ചെയ്യേണ്ടതായിട്ട് വരും, മൂന്നാമത് ഒരു കാര്യമാണ് ഈ കോൺട്രാക്റ്റിലേക്ക് കയറുന്നത്. അപ്പൊ ഈ കോൺട്രാക്റ്റിന്റെ ഫസ്റ്റ് പാർട്ട് പ്രോമിസുകൾ കൈമാറുക എന്നുള്ളതാണ്. വാഗ്ദത്തങ്ങൾ അല്ലെങ്കിൽ പ്രോമിസുകൾ എങ്ങനെയായിരിക്കും, ഏതാണ് വിവാഹത്തിന് ശേഷമുള്ള കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ അതിനോട്ടുള്ള ഏതെങ്കിലും കണ്ടീഷൻസ് ഈ പയ്യനുണ്ടോ, ഇതെല്ലാം കൈമാറുക. ഇതിനു ശേഷം ഇതിന്റെ ഒരു സെക്കൻഡ് പാർട്ടായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് ബ്രൈഡിന്റെ കൺസെന്റ് വേണം. ബ്രൈഡിന്റെ കൺസെന്റ് വേണം. അപ്പൊ ഈ ബ്രൈഡിന്റെ കൺസെന്റ് ഉണ്ടെങ്കിലേ ഈ കോൺട്രാക്ട് വാലിഡ് ആകുള്ളൂ. ഇതിനെയാണ് നമ്മൾ രക്ഷ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. കാര്യം ഈ കോൺട്രാക്ട് എല്ലാം വായിച്ചതിന് ശേഷം ഈ ബ്രൈഡ് പറയാണ്, ഐ ഡു, എനിക്ക് ഈ പ്രോമിസ് ഒക്കെ ഇഷ്ടപ്പെട്ടു, ഞാൻ ഇതിന് കമ്മിറ്റ് ആകാനായിട്ട് തീരുമാനിക്കുക. കാര്യം പിതാവിന്റെ സൈഡിൽ നിന്നൊക്കെ എല്ലാം റെഡിയായി. പിതാവ്
ഒരു വിക്കഡായിട്ടുള്ള, ഇപ്പൊ ബ്രൈഡിന്റെ ഫാദർ ഒരു വിക്കഡായിട്ടുള്ള ഒരാളാണെന്ന് വെച്ചു, അയാളെ സംബന്ധിച്ച് യാതൊരു മനുഷ്യത്വം ഇല്ലാത്ത ഒരു മനുഷ്യനാണെന്ന് വെച്ചു, ഈ കൊച്ചിന് വേണ്ടിയിട്ട് എന്തോ ചോദിക്കുന്നത് അറിയാമോ? അയാൾക്ക് വായി തോന്നുന്ന വില ചോദിക്കും. പുതിയ നിയമത്തിലും അങ്ങനെയാണ്. നമ്മുടെ പണ്ടുള്ള ഫാദർ, അതായത് നമ്മുടെ അപ്പനല്ല, പിശാചാണ്. കാര്യം ലോകത്തിന്റെ കയ്യിലായിരുന്നു. അങ്ങനെയല്ലേ ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പിശാച് ഭയങ്കര ഒരു വിലയാണ് ചോദിച്ചത്, നമുക്കില്ലാത്ത ഒരു വില. പക്ഷെ പുത്രൻ പറഞ്ഞു, എനിക്കിവനെ വീണ്ടെടുക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് ചോദിച്ചത്, ലോകത്തിൽ ഇത്രയും വിലയുള്ള ഒരു കാര്യമില്ല, തന്റെ ഏകജാതനുള്ള സർവ്വതും സൃഷ്ടിച്ച, സർവത്തിനും അധിപതിയായ, സർവത്തിനും സൃഷ്ടാവായ ആ ദൈവത്തിന്റെ ഏകജാതനായ പുത്രന്റെ രക്തമാണ് നമുക്ക് ഓരോരുത്തർക്കും അവൻ മറുവിലയായി തന്നെന്നുള്ള കാര്യം ദൈവമക്കളെ നിങ്ങൾ മറക്കരുത്. അത്രയ്ക്ക് വില കൊടുത്തു, റാൻസം പെയ്ഡ് ആയിട്ട്. ഇനി കോൺട്രാക്ട് നമ്മുടെ കയ്യിൽ തന്നു. ഇനി ഒരു ചോദ്യം, നീ ഈ കോൺട്രാക്ട് സൈൻ ചെയ്യുമോ? ഈ കോൺട്രാക്ട് സൈൻ ചെയ്താൽ, കഴിഞ്ഞ 2-3 ആഴ്ചയ്ക്ക് മുമ്പ് നാം പ്രസംഗിച്ചു, നിന്നെ വില കൊടുത്തു വാങ്ങിയിരിക്കുക. ആ ഒരു സ്റ്റേജിലേക്ക് നീ മാറും. ഹല്ലേലൂയ. ഈ കോൺട്രാക്ട് സൈൻ ചെയ്തില്ലെങ്കിൽ നീ ഇന്നും ഇങ്ങനെ പെൻഡിങ്ങിൽ നിൽക്കുക. രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിയുമ്പോൾ ആൾക്കാർക്ക് ആകെപ്പാടെ കൺഫ്യൂഷനായി. ഇത്രയേ ഉള്ളൂ, ഈ കോൺട്രാക്ട് നീ സൈൻ ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അപ്പൊ ഈ കോൺട്രാക്ട് രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, പെടാൻ പോവുകയാണ് എന്നൊക്കെ ആകെപ്പാടെ അങ്ങ് കൺഫ്യൂഷൻസ് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞത്. അല്ലെങ്കിൽ യഹൂദന്റെ ആ വിവാഹത്തിന്റെ സ്റ്റേജ് അനുസരിച്ചാണ് ഈ പുതിയ നിയമസഭയില് ഒരു മനുഷ്യന്റെ രക്ഷ. ഇന്ന് രാവിലെ പാടിയതുപോലെ, എന്റെ സ്നേഹം നിനക്ക് മാത്രം എന്നുള്ള ഒരു സ്റ്റേജിലേക്ക് നിനക്ക് വരാൻ താല്പര്യമുണ്ടോ എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം. ഹല്ലേലൂയ. ആ ഒരു പൂർണ്ണ കമ്മിറ്റ്മെന്റിലേക്ക് വരാൻ നിനക്ക് താല്പര്യമുണ്ടോ എന്ന് വരുമ്പോഴാണ് ഇവിടെ കാന്ത അവൾ തീരുമാനിക്കുക, ഈ ഇദ്ദേഹത്തിലൂടെ പോകണം. ഇദ്ദേഹത്തിലൂടെ പോയെങ്കിൽ അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് മാറും. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, പിന്നെ അവളുടെ മുഖത്തൊരു ഒരു ഇത് കാണും, ഒരു വെയിൽ കാണും. എന്ന് പറഞ്ഞാൽ അത് വിട്ടുകൊണ്ടായിരിക്കും പിന്നെ ഈ പുള്ളിക്കാരന് നടക്കേണ്ടത്. അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഇവളുടെ കയ്യിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ചിലതൊക്കെ കൊടുക്കും, ഗിഫ്റ്റുകൾ കൈമാറും. ഗിഫ്റ്റ് വളരെ വിലയേറിയതാകണമെന്നൊന്നുമില്ല. നമ്മൾ ദൈവവചനം പഠിക്കുമ്പോൾ അതിനകത്ത് കാണാം, ഒന്നെങ്കിൽ വിളക്കായിരിക്കും. അപ്പൊ അവളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യം, ഈ മണവാളൻ വരുമ്പോൾ നീ ഈ വിളക്ക് തെളിയിക്കുവാൻ നിന്നോട് കഴിയണം. അല്ലെങ്കിൽ ദ്രഹ്മയായിരിക്കണം. ദ്രഹ്മ എന്ന് പറഞ്ഞാൽ ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള സംഭവമൊന്നുമല്ല, കുറച്ച് ഈ നമ്മുടെ ഈ താലന്ത് പോലെ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള സമയമൊന്നുമല്ല. ദ്രഹ്മ അത് സൂക്ഷിക്കുവാൻ നിന്റെ കയ്യിൽ 8 ദ്രഹ്മ തന്നിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഈ മണവാളൻ തിരിച്ചു വരുമ്പോൾ ഇത് നിന്റെ കയ്യിൽ കാണണം. ഹല്ലേലൂയ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ ആഴ്ച ജെറിയൽ വില്ലേജിയുടെ ദൈവസഭയുടെ മുമ്പിൽ സാക്ഷ്യം പറഞ്ഞു, ഞാൻ കർത്താവിനെ സുന്ദരക്ഷിതാവായിട്ട് സ്വീകരിക്കുന്നു, സ്നാനപ്പെടുവാൻ എനിക്ക് താല്പര്യമുണ്ടോ എന്നുള്ള കാര്യം ദൈവസഭയെ അറിയിച്ചു. അതെന്താണ്, ഏത് സ്റ്റേജിലാണെന്ന് ചോദിച്ചാൽ ഈ സ്റ്റേജിലാണ് എന്ന് പറഞ്ഞാൽ, ഈ കോൺട്രാക്റ്റുകൾ വായിച്ചു, ഈ കർത്താവ് വിശ്വസ്തനാണ്, അവനെ സ്നേഹിക്കുവാൻ, അവനുമായിട്ടുള്ള ആ സ്നേഹബന്ധത്തിലാകുവാൻ എനിക്ക് താല്പര്യമുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ ആഴ്ച ഈ കുഞ്ഞ് ഓപ്പണായിട്ട് ഇവിടെ ഡിക്ലെയർ ചെയ്തത്. ഞാൻ എന്തിനാ ഇത് പറയുന്നതെന്ന് പറഞ്ഞാൽ, ദൈവസഭ ഈ കാര്യങ്ങൾ, ഈ സ്റ്റേജുകൾ മനസ്സിലാക്കണം. അപ്പൊ ഇതിന് ശേഷമാണ് കോൺട്രാക്ട് വാലിഡ് ആകത്തുള്ളൂ. ഈ കവനന്റിലായെങ്കിൽ മാത്രമേ നിനക്ക് വേണ്ടി മുമ്പ് കൊടുത്ത വില ഈ കോൺട്രാക്ട് കംപ്ലീറ്റ് ആക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ എന്താണ് അടുത്ത സ്റ്റേജ്? ഈ കോൺട്രാക്ട് കഴിഞ്ഞാൽ നീ പിന്നെ നിന്റെതല്ല, നിന്നെ വിവാഹം ചെയ്യുവാനായിട്ട് ഏൽപ്പിച്ച, അല്ലെങ്കിൽ വിവാഹം ചെയ്യുവാനായിട്ട് നിനക്ക് വേണ്ടി പൈസ കൊടുത്ത, നിനക്ക് വേണ്ടി നിന്നെ വിലയ്ക്ക് വാങ്ങിച്ച ഈ വ്യക്തിയുടേതായിട്ട് നീ മാറുകയാണ്. അത് കഴിയുമ്പോൾ നിന്റെ നടപ്പിലും പോക്കിലും ഒക്കെ കാണുന്നവർക്കൊക്കെ മനസ്സിലാക്കും, നിന്റെ മുഖത്തൊരു മുഖം കൂടിയുണ്ട്. അത് കാണുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാകും, ഇവള് കമ്മിറ്റഡ് ആണ്.
ദൈവസഭയിലായിരിക്കുന്ന വ്യക്തികൾ അവരുടെ നടപ്പിലും പോക്കിലും ഒക്കെ അറിയാൻ ഹീസ് കമ്മിറ്റഡ്. ആരുമായിട്ടാണ് കമ്മിറ്റഡ്? കർത്താവുമായിട്ട് കമ്മിറ്റഡ്. അതുകൊണ്ട് എന്താ ചെയ്യാൻ പറ്റുന്നത്? വേറൊരാൾ വന്ന് നിന്റെ മേൽ ഒരു അവകാശം സ്ഥാപിക്കരുത്. വേറൊരാൾക്ക് നിന്നെ ക്ലെയിം ചെയ്യുവാനായിട്ട് പറ്റത്തില്ല. വേറൊരാൾ നിന്നെ അപ്രോച്ച് ചെയ്യരുത്. നീ ടെംപ്റ്റേഷനിലായി പോകരുത്. അപ്പൊ ദൈവമക്കളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ആ ഒരു നിലവാരത്തിൽ ഇതിനകത്ത് പ്രശ്നം, ഈ കമ്മിറ്റഡ് ആയതിനു ശേഷം പിന്നെ ഒരു ലോങ്ങർ പീരീഡ് കഴിഞ്ഞിട്ടേ ഈ പറഞ്ഞ മണവാളൻ മടങ്ങി വരത്തുള്ളൂ. മണവാളൻ വരണമെന്ന് വിചാരിച്ചാൽ പുള്ളിക്ക് മടങ്ങി വരാൻ പറ്റത്തില്ല. കാര്യം ഇദ്ദേഹം അവിടെ പോയി ഭവനം ഒരുക്കണം. ദൈവവചനത്തിൽ ഇതിനെല്ലാം പ്രൂഫുകളുണ്ട്. ഓരോന്നായിട്ട് പറഞ്ഞു പോകാനായിട്ട് എനിക്ക് സമയമില്ലല്ലോ, ഞാൻ ഓടിച്ചു പോവുകയാണ്. നിങ്ങൾക്കറിയാം, അറിയാം, എൻ്റെ പിതാവിൻ്റെ വാസസ്ഥലത്ത് അനേക വാസസ്ഥലങ്ങളുണ്ട് എന്ന് ദൈവവചനത്തിൽ നാം വായിക്കുന്നുണ്ട്. ഇത് സ്ഥലം ഒരുക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം പോയിട്ട് മടങ്ങി വരുന്നതിന് മുമ്പിട്ട് പിതാവാണ് ജഡ്ജ്, പിതാവാണ് നോക്കേണ്ടത്. ഈ പുത്രന് ആവശ്യമായ ഫെസിലിറ്റീസ് ഒക്കെ ഒരുക്കിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ കാന്തയെ കൂട്ടിക്കൊണ്ട് വരുവാനായിട്ട് ഇവൻ റെഡിയാണോ എന്നുള്ള ആ പെർമിഷൻ കൊടുക്കേണ്ട പിതാവ്. അതുകൊണ്ടാണ് യേശുവിനോട് ശിഷ്യന്മാർ പോയി ചോദിച്ച, കർത്താവേ നീ എപ്പോഴാണ് മടങ്ങി വരുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അത് പിതാവിൻ്റെ കയ്യിലുള്ള കാര്യമാണ്. ഞാൻ അവിടെ പോയി സ്ഥലം ഒരുക്കി, പിതാവ് എന്ന് പറയുന്നു അന്ന് ഞാൻ മടങ്ങി വരും. എന്തിനു വേണ്ടിയിട്ട് മടങ്ങി വരുന്നത്? കാന്തയെ കൂട്ടിക്കൊണ്ടു പോകുവാനായിട്ട്. യഹൂദന്റെ ആ രീതി അനുസരിച്ച് അവൻ വന്ന് കാന്തയെ കൂട്ടിക്കൊണ്ടു പോകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, പൊതുവെ അത് ഒരു നൈറ്റിലായിരിക്കും സംഭവിക്കുന്നത്, ഒരു രാത്രിയായിരിക്കും ഈ മണവാളൻ വരുന്നത്. ഈ മണവാളൻ വരുമ്പോൾ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, മണവാളന്റെ മുമ്പിൽ ആരെങ്കിലും ഒക്കെ വന്ന് കാഹളം ഊതിയിട്ട് പറയും, മണവാളൻ വരുന്നുണ്ട്. അപ്പൊ ഇത് എല്ലാ ദിവസവും രാത്രിയിൽ ഈ മണവാട്ടി കിടന്നുറങ്ങുമ്പോൾ തൻ്റെ അകത്ത് ഒരു ചിന്തയുണ്ട്. എന്താണെന്ന് അറിയാമോ? മണവാളൻ വരും. ഒരു പക്ഷേ ഇന്ന് രാത്രി മണവാളൻ വന്നാൽ എനിക്ക് പോകണം എന്ന് പറഞ്ഞാൽ, ഞാനിങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ അന്ന് പോകാനുള്ള ഫ്രോക്കും പെട്ടിയെല്ലാം അടിച്ച് ഇങ്ങനെ പുള്ളി പാക്ക് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. രാത്രിയിലെ ദ്രമയെല്ലാം ഓക്കെയാണ്, ലൈറ്റൊക്കെ ഓക്കെയാണ്, എണ്ണയുണ്ട്, ഇതെല്ലാം ഇങ്ങനെ നോക്കി റെഡിയാക്കി വെച്ചിട്ട് വേണം ഈ മണവാട്ടി കിടന്നുറങ്ങാൻ. നൈറ്റ് ഡ്യൂട്ടി ആണെങ്കിൽ ഞാൻ ആലോചിച്ചു നോക്കി, ഇന്നത്തെ സ്ഥിതിക്ക് നൈറ്റ് ഡ്യൂട്ടിയിലൊക്കെ പോകുന്ന സഹോദരിമാരാണെങ്കിൽ ഇതും കൊണ്ടൊക്കെ പോകണം, വരുന്ന സമയത്ത് പോകണമല്ലോ. അപ്പൊ ഇതാണ് സ്റ്റേജ്, ഇതാണ് നേരത്തെ നാം വായിച്ച ഒരു സാഹചര്യം. ഈ സാഹചര്യത്തിലാണ് മണവാളൻ വരുന്നത്. മണവാളൻ വന്നു കഴിഞ്ഞപ്പോൾ കുറെ കഴിഞ്ഞ ഞായറാഴ്ച കൊണ്ടുവന്ന ബൈബിളും അവിടെ ഉണ്ടായിരുന്നു. ഈ ഞായറാഴ്ച വന്നപ്പോൾ ഇതൊക്കെ തപ്പി പിടിക്കാൻ പോയപ്പോൾ ബൈബിൾ കാണുന്നില്ല, അത് കാണുന്നില്ല, ഇത് കാണുന്നില്ല, എന്തിയെ പിള്ളേരെ എനിക്ക് ചാട്ട അടിച്ച് ഇങ്ങനെ സൺഡേ വരുന്നവർക്ക് നോക്കിക്കഴിഞ്ഞാൽ ലൈറ്റ് കത്തത്തില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായോ? നിങ്ങൾ ദൈവസഭയിൽ വരുന്നത് നല്ല കാര്യമാണ്, പക്ഷേ എണ്ണ വേണം. എണ്ണയെ കുറിച്ച് ഇന്ന് കേട്ടല്ലോ. എണ്ണ ഇല്ലെങ്കിൽ വിളക്ക് കത്തിക്കാൻ പറ്റത്തില്ല. ഇതെന്തിനാ? 24-25 മത്തായിയുടെ സുവിശേഷം 24-25 കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ചും വളരെ വ്യക്തമായി എഴുതിയിരിക്കുന്ന വേദഭാഗങ്ങളാണ്. വളരെ വളരെ ആഴമുള്ള അധ്യായങ്ങളാണ് മത്തായിയുടെ സുവിശേഷം 24-25. അധ്യായത്തിൽ കൊടുത്തിരിക്കുന്ന ഈ ഉപമയിൽ ഞാൻ ഇന്ന് ചോദിക്കട്ടെ, ഈ മണവാട്ടിയായ ദൈവസഭയാണ്. കാരണം ഇവരെല്ലാം ഒരുങ്ങിയിരിക്കുന്നവരാണെന്ന് ചോദിച്ചാൽ ഇവരെല്ലാം ഈ കമ്മിറ്റഡാണ്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിന്റെ വരവെങ്കിൽ എടുക്കുവാൻ വേണ്ടിയിട്ട് കമ്മിറ്റഡായിട്ടിരിക്കുന്ന വ്യക്തികളുടെ അടുത്താണ് ഈ ദൈവത്തിന്റെ വചനം പറയുന്നത്, നിന്റെ അകത്ത് എണ്ണ വേണം. ഹല്ലേലൂയ. കർത്താവ് ഏത് സമയത്തും വരും. കാര്യം പിതാവ് പറയാണ്, നീ റെഡിയായി പോകെന്ന് പറഞ്ഞാൽ അവൻ ഉടനെ വരും. ഫോൺ വിളിച്ചിട്ട് നീ റെഡിയായിരിക്കണമെന്ന് പറയത്തൊന്നുമില്ല. മണവാളൻ വരും. മണവാളൻ വരുന്നത് രാത്രിയുടെ യാമത്തിലാണ്. എല്ലാവരും കിടന്ന് ഉറങ്ങുന്ന സമയത്തായിരിക്കും മണവാളൻ വരുന്നത്. തികച്ചും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അവൻ വരുമ്പോഴും നിന്റെ അകത്ത് എണ്ണയുണ്ടെങ്കിൽ,
ഹല്ലേലൂയ. ഒന്നും പേടിക്കണ്ട, നീ പോകുക തന്നെ ചെയ്യും. അന്ന് മറ്റ് യഹൂദന്റെ പാരമ്പര്യം അനുസരിച്ച് അന്ന് ഈ മണവാളൻ വരുന്നത് അയൽക്കാരൊക്കെ കേൾക്കും, പക്ഷെ അവരാരും വെളിയിൽ ഇറങ്ങത്തില്ല. കാര്യം അവർക്കറിയാം മണവാളൻ ആർക്ക് വേണ്ടിയിട്ടാണ് വരുന്നതെന്നുള്ളത് അവർക്കറിയാം. പക്ഷെ മണവാട്ടി ഈ വിളക്ക് കത്തിച്ച് അവിടെ നിൽക്കും. ഇനി ഇതിനകത്ത് വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട ഒരു ദൂത് ഞാൻ പറയാം. അപ്പൊ എന്താണ് ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിച്ചാൽ വിശ്വസ്തതയാണ് സിഗ്നിഫിക്കൻസ്. ഈ വിളക്കില്ലെങ്കിൽ എന്താ? ഇതിനകത്ത് ഒരുപാട് പേര് പറയും ഇന്നപ്പോൾ വിളക്കിൻ്റെ ആവശ്യമുണ്ടോ, എമർജൻസി ഇല്ലേ, അല്ലെങ്കിൽ ഇപ്പോൾ കത്തുന്നിട്ട് മൊബൈലിൽ തന്നെ ടോർച്ചുള്ളപ്പോൾ എന്തിനാ വിളക്ക്? ഇതിനകത്ത് ചോദിച്ചതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, നീ വിശ്വസ്തയാണെന്നുള്ളതാണ്. 4 ദ്രഹ്മ അല്ലെങ്കിൽ 8 ദ്രഹ്മ കൊടുത്തിട്ട് ഈ ദ്രഹ്മ നീ സൂക്ഷിക്കുവാനായിട്ട് നിനക്ക് കേപ്പബിലിറ്റി ഉണ്ടോ എന്നുള്ളതാണ്. പഴയ കാലത്തെ ജൂയിഷ് പാരമ്പര്യം അനുസരിച്ച് നിന്റെ ക്വാളിഫിക്കേഷൻ ഒന്നും നോക്കിയല്ല ഇവിടെ വിവാഹം നടക്കുന്നത്. വിവാഹം നിന്നെ കണ്ട് ഇഷ്ടപ്പെട്ടു, പക്ഷെ ഇതിനിടയിൽ ഒരു ടെസ്റ്റ് കൊടുക്കുകയാണ്, നീ എത്രത്തോളം ഈ കാര്യങ്ങളിൽ വിശ്വസ്തരാണെന്നുള്ളത്. ഒരിക്കൽ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നു, നിങ്ങളെ ദൈവം ഒരു 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തില് അവൻ നിങ്ങളെ ഗ്രഹവിചാരകന്മാരാക്കി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഞങ്ങളെ ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരും ദൈവമർമ്മങ്ങളുടെ ഗ്രഹവിചാരകന്മാരും എന്നിങ്ങനെ ഓരോരുത്തരെ എണ്ണിക്കൊള്ളട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങളെ ശുശ്രൂഷകന്മാരും ഗ്രഹവിചാരകന്മാരും എന്ന് ഓരോരുത്തരും എണ്ണിക്കൊള്ളട്ടെ. അപ്പൊ നിങ്ങൾക്കൊരു വലിയ റെസ്പോൺസിബിലിറ്റി ഉണ്ട് ദൈവസഭയെ. നിങ്ങളെ വിശ്വസ്തരായിട്ട് കാണുവാൻ വേണ്ടിയിട്ടാണ് ദൈവം ആഗ്രഹിക്കുന്നത്. കേട്ടതുപോലെ പലതരത്തിൽ നാം വിശ്വസ്തരായിരിക്കണം. ദൈവത്തിന്റെ കർത്താവിന്റെ 2ാമത്തെ വരവ്, ആ വരവിൽ നിങ്ങൾ എടുക്കപ്പെടണമെങ്കിൽ നിങ്ങൾ വിശ്വസ്തരായിരിക്കണം. അത്ര സീരിയസ് ആയിട്ടുള്ള കാര്യം. നമ്മളിങ്ങനെ ഒരു ഒഴുക്ക മട്ടിലങ്ങ് പോയാൽ കർത്താവ് വരുന്ന സമയത്ത് നേരത്തെ പറഞ്ഞതുപോലെ രാത്രിയിലാണ് വരുന്നത്, രാത്രിയുടെ യാമങ്ങളിലാണ് വരുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു കാര്യത്തിലായിരിക്കും വരുന്നത്. നേരത്തെ കഥാദാസൻ പറഞ്ഞതുപോലെ നമ്മൾ ഒരു ദിവസം ഫുൾ ഡേ ഒരു ആരാധന നടത്തപ്പെടാൻ വന്നാൽ നമ്മളെല്ലാം കത്തിക്കും. ഈ പിക്നിക്കിൻ്റെ ഇടയ്ക്കാണോ വന്നെങ്കിൽ പെട്ടു. പക്ഷെ ആ പിക്നിക്കിൻ്റെ ഇടയിൽ കത്തണം, അവിടാണ് കാര്യം. ഞാൻ പറഞ്ഞതിന്റെ ദൂത് മനസ്സിലായോ? പിക്നിക്കിന്റെ ഇടയ്ക്ക് വന്നാലും നമ്മൾ പോകണം, എങ്കിൽ എപ്പോഴും ഇതിന്റെ അകത്തൊരു തീ വേണം. ഹല്ലേലൂയ. പലരുടെ അകത്ത് തീ കത്തി അങ്ങ് പോയി. ഈ ദിവസങ്ങളിൽ തീ ഒന്ന് കത്തണം. ഹല്ലേലൂയ. എല്ലാ ദിവസവും കത്തണം, അല്ലെങ്കിൽ എല്ലാ ദിവസവും ഒന്ന് പരീക്ഷിക്കണം, എല്ലാ ദിവസവും ഒന്ന് നോക്കണം അകത്ത്. ഹല്ലേലൂയ. എന്റെ തീ കത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്റെ തീ എവിടെങ്കിലും അണഞ്ഞു പോയിട്ടുണ്ടോ? ലോകത്തിൽ അനേക സാഹചര്യങ്ങൾ വരും, നിന്റെ തീ അണയ്ക്കുന്ന അനേക സാഹചര്യങ്ങൾ വരും. ഇവിടുത്തെ തന്നെ വിഷയം എന്ന് പറഞ്ഞാൽ മണവാളന്റെ വരവ് താമസിച്ചു. മണവാളന്റെ വരവ് താമസിച്ചപ്പോൾ അയൽക്കാരൊക്കെ ചോദിക്കാൻ തുടങ്ങി, നിങ്ങൾ കുറെ നാളായല്ലോ തുടങ്ങിയിട്ട്, ഇതുവരെ വന്നില്ലേ, എന്താ ഒന്നും നടക്കാത്ത എന്നൊക്കെ ചോദിച്ചപ്പോൾ ഈ പറഞ്ഞ പാവം മണവാട്ടി ആകെ വലഞ്ഞുപോയി. ശരീരത്തിലെ പ്രശ്നം, ഫൈനാൻഷ്യൽ പ്രശ്നം, ആകെ പ്രശ്നം, അതിൻ്റെ കൂടെ ഈ നാട്ടുകാരുടെ പ്രശ്നം, വീട്ടുകാരുടെ പ്രശ്നം, സഭയിലെ പ്രശ്നം, എല്ലാം പ്രശ്നമാണ്. അന്നേരം ഞാൻ ആകെ കുഴഞ്ഞു പോയി. അതൊന്നും ഒരു പ്രശ്നമല്ല സഹോദരി. നിനക്ക് തന്നിട്ടുള്ള വാഗ്ദത്തങ്ങളുണ്ടല്ലോ, ഓരോ സമയമാണ് ആ വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ചാൽ മതി. നീ തളർന്നു പോകത്തില്ല, നീ ക്ഷയിച്ചു പോകത്തില്ല. ഇനി എന്തൊക്കെ വന്നാലും ഓരോ സമയമാണ്. ഹല്ലേലൂയ. ഈ ആഴത്തിനോ ഈ ഉയർച്ചയ്ക്കോ താഴ്ചയ്ക്കോ മരണത്തിനോ ഈ ഹല്ലേലൂയ ഈ പട്ടിണിക്കോ പരിതാപത്തിനോ ഒന്നിനും എന്നെ ആ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കുവാനായിട്ട് കഴിയത്തില്ല. നമ്മൾ പാടുമ്പോഴല്ലേ നിന്റെ സ്നേഹം എനിക്ക് മതി. എത്രത്തോളം നാം ആ സ്നേഹത്തിന്റെ ബന്ധത്തിലായിരിക്കുന്നു. നാം പോകുവാൻ ആ മണവാളിനെ കുറിച്ചുള്ള ആ ആഗ്രഹം, ഈ വേദപുസ്തകം മുഴുവനും ഈ ഒരു ഫ്രെയിമിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാം അർത്ഥം മനസ്സിലാകും. ഹല്ലേലൂയ. ശലോമോൻ ഹല്ലേലൂയ ഈ സോങ്സ് ഓഫ് ശലോമോൻ ഹല്ലേലൂയ ഉത്തമ ഗീതം എഴുതിയപ്പോൾ താൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, സൂര്യകാരത്തി ആ സ്ത്രീയോട് പോയി ചോദിക്കുക, നിന്റെ മണവാളൻ എത്ര മനോഹര, എത്ര കാവ്യഭാവനയിൽ അത് വർണ്ണിച്ചെഴുതിയിരിക്കുന്നു.
എൻ്റെ മണവാളൻ ആയിരങ്ങളിൽ സുന്ദരൻ. ഹല്ലേലൂയ. ഇന്ന് ആ ദൈവത്തിൻ്റെ ആ സാന്നിധ്യം, ആ ദൈവം ആരാണെന്ന് മനസ്സിലാക്കി നാം ദൈവത്തെ ആരാധിച്ചാൽ, ആ ദൈവത്തിൻ്റെ തേജസ്, ആ ദൈവത്തിൻ്റെ സാന്നിധ്യം നാം കൊതിക്കുന്നവരാണെങ്കിൽ നിങ്ങളെ ഒന്നിനും വേർതിരിക്കുവാനായിട്ട് കഴിയും. നിങ്ങൾ കർത്താവിൻ്റെ ആ സ്നേഹത്തിൽ നിലനിൽക്കുക. ഇന്ന് പലപ്പോഴും ഞങ്ങളൊക്കെ പലപ്പോഴും സ്നാനപ്പെട്ടപ്പോൾ, ഞാൻ ഓർത്തഡോക്സ് ബാക്ക്ഗ്രൗണ്ടിൽ സ്നാനപ്പെട്ട ഒരു വ്യക്തിയാണ്. ഞങ്ങളുടെ പല സഹോദരന്മാരും സ്നാനപ്പെട്ടപ്പോൾ ഞങ്ങളുടെ പേരൻസൊക്കെ പറയുന്നു, അന്ന് പലരുടെയും പേരൻസ് പറയുവാനായിട്ടിടയായി, നിങ്ങൾ വരുമ്പോൾ ഞങ്ങളിവിടെ കെട്ടിത്തൂങ്ങി ചത്തു നിൽക്കും. അവരുടെ നടുവിലാണ് അന്ന് പലരും ആ സ്നാനകുളത്തിലേക്ക് ഇറങ്ങുവാനായിട്ടിടയായത്. ആരും കെട്ടിത്തൂങ്ങിയതുമില്ല, ആരും ചത്തതുമില്ല, കാര്യങ്ങളൊക്കെ മാറുവാനായിട്ടിടയായി. എന്നാലും ഞാൻ പറഞ്ഞത്, അത്രയ്ക്ക് മാനസിക സമ്മർദ്ദത്തിൻ്റെ നടുവിലാണ് ഈ കമ്മിറ്റ്മെന്റിലേക്ക്, കവനന്റിലേക്ക് കയറിയത്. എന്നാൽ ഇന്ന് പുതിയ തലമുറയെ, ഹല്ലേലൂയ, ഇന്ന് ഞാൻ ഒരു കാര്യം ഭയപ്പെടുന്നു, നിങ്ങൾ എത്രത്തോളം ഈ കമ്മിറ്റ്മെന്റിൽ സീരിയസ് ആണെന്നുള്ള ഒരു വിഷയം. എൻ്റെ തലമുറയൊക്കെ വന്നപ്പോൾ, ഹല്ലേലൂയ, ഇന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നിങ്ങളൊക്കെ സ്നാനപ്പെടുന്നതിന് സ്ഥലത്ത് അന്ന് ഞങ്ങൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കും. പക്ഷേ ഞങ്ങളൊക്കെ പല കാര്യങ്ങൾ സ്നാനപ്പെട്ട സമയത്ത് വീട്ടിൽ കയറാൻ പറ്റാത്ത സാഹചര്യം, വീട്ടിൽ വിഷയങ്ങൾ, ഹല്ലേലൂയ, പലതരത്തിലുള്ള വെല്ലുവിളികൾ, പലരുടെയും ഭീഷണികൾ. ഇതിന്റെ നടുവിൽ, ഹല്ലേലൂയ, ഈ പ്രാണനാഥനെ മതിയെന്നുള്ള, ഈ ആത്മമണവാളനെ മതിയെന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിന്നവൻ, ഹല്ലേലൂയ, അവൻ ഒരിക്കലും പതറിയിട്ടില്ല. അവനെ ദൈവം മാനിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, എനിക്കത് സാക്ഷ്യം പറയുവാനായിട്ട് കഴിയും. ഈ കമ്മിറ്റ്മെന്റിലാണ് നാം ആയിരിക്കുന്നത്. ഈ മണവാളിന് വേണ്ടിയിട്ടാണ് നാം വെയിറ്റ് ചെയ്യുന്നത്. ഹല്ലേലൂയ. ഒരു നിമിഷം ഒന്ന് ഷെയർ ചെയ്തേ. അതിനുശേഷം ഒരു സ്റ്റേജാണ് ഈ കപ്പ് ഓഫ് കവനന്റ്. നമ്മുടെ ഇടയിലും അത് കർത്തൃമേശയിലൊക്കെ നാം വായിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം താൻ പാനപാത്രം എടുത്ത്, ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു. അതുപോലെ ഈ വിവാഹത്തിന്, ഈ ഉടമ്പടിക്ക് ശേഷം ഇവർ രണ്ടുപേരും കൂടെ ഒരു വീഞ്ഞിൽ നിന്ന് ഒരുമിച്ച് കുടിക്കാറുണ്ട്. നാം കർത്താവിൻ്റെ ദൈവവചനത്തിൽ സുവിശേഷം 26-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യത്തിൽ ഇങ്ങനെ നാം പിന്നെയും കാണുന്നു, എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ നിങ്ങളോട് കൂടെ പുതുതായി കുടിക്കുന്ന നാൾ വരെയും ഞാൻ മുന്തിരിവള്ളിയുടെ ഈ അനുഭവത്തിൽ നിന്ന് ഇനി കുടിക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്ന് പറഞ്ഞാൽ ഇനിയും അത് സംഭവിക്കുന്നത് ഈ സഭ എടുക്കപ്പെട്ടതിന് ശേഷമാണ്. പിതാവിൻ്റെ ഭവനത്തിൽ വെച്ചാണ് അത് നടക്കേണ്ടത്. പിന്നെ അപ്പോൾ തന്നെ അതിൽ 6-ാമത്തെ കാര്യം, ഈ ബ്രൈഡ്സിന് ഗിഫ്റ്റൊക്കെ കൊടുക്കും. അത് ഞാൻ നിങ്ങളോട് പറയുവാനായിട്ടിടയായല്ലോ. പലതരത്തിലുള്ള ഈ സ്പിരിച്വൽ ഗിഫ്റ്റുകൾ, ഒരുപക്ഷെ പ്രവചനമായിരിക്കും, പ്രോഫസിയ, അനുഭാഷ, ഇങ്ങനെയുള്ള ഒരുപാട് ഗിഫ്റ്റുകൾ ദൈവസഭയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇതൊക്കെ നിന്നു പോകും എന്ന് പറയുമ്പോൾ, ഇതൊക്കെ നിന്നു പോകുന്ന ഒരു കാലം എന്ന് പറഞ്ഞാൽ സഭ എടുക്കപ്പെടുന്നതാണ്. കാര്യം അതുവരെ ഈ ഗിഫ്റ്റുകളൊക്കെ ദൈവസഭയോട് കൂടെ തന്നെ ഉണ്ടായിരിക്കും. ഇനിയും മണവാളന്റെ തിരിച്ചു വരണം. ഹല്ലേലൂയ. അത് ഒരു പെട്ടെന്ന് നിങ്ങളോട് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ദൈവസഭയുടെ ആ റാപ്ചർ ആ ഭാഗത്ത് നാം കാണുവാനായിട്ട് ഇടയാകും. പിന്നെ ഇസ്രായേൽ ജനത്തിന്റെ ഇടയിൽ ഈ മണവാളൻ വന്ന് മണവാട്ടിയെ കൂട്ടിക്കൊണ്ട് പോയതിനു ശേഷം 7 ദിവസം, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇവർക്ക് വേണ്ടി താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയതിനു ശേഷം 7 ദിവസം മണവാളനും മണവാട്ടിയും അതേ സ്ഥലത്ത് തന്നെയായിരിക്കും. നമ്മുടെ ഇന്നത്തെ പുതിയ നിയമത്തിൽ അല്ലെങ്കിൽ ഇന്ന് കാണുന്നത് പോലെ ഹണിമൂണും കാര്യങ്ങളൊന്നും വന്നില്ലല്ലോ. അവരുടെ കൾച്ചർ അനുസരിച്ച് 7 ദിവസം മണവാളനും മണവാട്ടിയും ആ ചേംബറിൽ തന്നെ ആയിരിക്കും. അതാണ് പഴയ നിയമ യഹൂദന്റെ വിവാഹത്തിന്റെ വ്യവസ്ഥ. എന്നാൽ പുതിയ നിയമത്തിൽ കർത്താവിന്റെ 2ാമത്തെ വരവിൽ ദൈവസഭ എടുത്തതിന് ശേഷം ദൈവസഭയും മണവാളനും കൂടെ ആ സ്വർഗങ്ങളിലായിരിക്കുമ്പോൾ ഇവിടെ 7 വർഷം നടക്കാൻ പോകുന്ന ഒരു സംഭവം ട്രിബുലേഷനാണ്. ഹല്ലേലൂയ. മണവാളൻ ദൈവസഭ എടുത്തതിന് ശേഷം പിശാചിന്റെ കരങ്ങളിലേക്ക് ഇവിടുത്തെ ആയിരിക്കുന്ന ജാതികൾ അല്ലെങ്കിൽ ഇവിടെ ആയിരിക്കുന്ന വ്യക്തികളൊക്കെ അവരുടെ കയ്യിൽ അകപ്പെടുകയും അതിനുശേഷം ഒരു ട്രിബുലേഷൻ ഉണ്ടാകുകയും ചെയ്യും. കാര്യം ദൈവസഭ എടുക്കപ്പെട്ടു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് ഇവിടെ നിന്ന് മാറും. ഇന്ന് ദൈവവചനത്തിൽ നാം വളരെ കൃത്യമായി പഠിക്കുന്നു. പരിശുദ്ധാത്മാവ് ഇവിടെ ഉണ്ടായതുകൊണ്ടാണ്
ഈ ഈ അധർമ്മപൂർത്തി ഇന്നും വെളിപ്പെടാതിരിക്കുന്നത്. ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ടൊരു സംഭവമാണ്. ഞാൻ ആ വിവാഹത്തിന്റെ ആ കാര്യം പറഞ്ഞതുകൊണ്ട് അതിന്റെ ഒരു ഔട്ട്ലൈൻ ഇട്ടാൽ പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ അധർമ്മപൂർത്തി ഇവിടെ വെളിപ്പെട്ട് കഴിയുമ്പോൾ ഇവിടെ ലോകം മുഴുവനും അതിൻ്റെതായ വിഷയങ്ങളും പ്രതിസന്ധിയിലൂടെയും ഈ ലോക ജനത കടന്നു പോകേണ്ടതായിട്ട് വരും. അതിഭയങ്കരമായ പീഡനങ്ങൾ നമ്മൾ ഇന്ന് കാണുന്നതിനൊക്കെ അതിൻ്റെ ഒരു ചെറിയ എന്താ പറഞ്ഞിരിക്കുന്നത്, അതിൻ്റെ ചെറിയൊരു ന്യൂസ് മാത്രമേ നാം കാണുന്നുള്ളൂ. എന്നാൽ അതിശക്തമായി അതിഭയങ്കരമായ പീഡനങ്ങളിലൂടെ ഒക്കെ ഈ ഭൂമിയിലെ ജനത കടന്നു പോകേണ്ടതായിട്ട് വരും. അതിനുശേഷമാണ് കർത്താവിന്റെ രണ്ടാമത്തെ വരവില് അവരുടെ എടുക്കപ്പെട്ട വിശുദ്ധന്മാരും ദൈവസഭയും കർത്താവും കൂടെ മടങ്ങി വരുന്നു. അതിനുശേഷം യുദ്ധം എന്നുള്ള വിഷയങ്ങളൊക്കെ നാം ഇതിനകത്ത് കാണുന്നുണ്ട്. പിശാചിനെ പിന്നെ റിലീസ് ചെയ്യുന്നതും അവസാനമുള്ള ഫൈനൽ വാറും ഒക്കെ നാം ഈ ഭാഗത്ത് കാണുന്നുണ്ടല്ലോ. ഇതെല്ലാത്തിനു ശേഷമാണ് പുതിയ ആകാശവും പുതിയ ഭൂമിയും. ഇപ്പൊ ഈ ഒരു സ്റ്റേജിലൂടെയൊക്കെ ഇത് പറഞ്ഞിരിക്കുന്നതിന്റെ കാര്യം ഇതിനകത്തൊന്നും ഞാൻ കയറാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. കാര്യം ഇതൊക്കെ ഇന്ന് വിവരിക്കാനായിട്ട് നിന്നാൽ എനിക്ക് ഇന്നത്തെ മെസ്സേജ് തീർക്കാനായിട്ട് കഴിയത്തില്ല. ഇത് പറഞ്ഞത് യഹൂദന്റെ വിവാഹവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഈ കാന്തയെ ചേർക്കുവാനായിട്ട് കർത്താവ് മടങ്ങി വരുവാനായിട്ട് പോകുന്നത്. അപ്പൊ ഈ സ്റ്റേജിലൊക്കെ ഈ നാളുകളിൽ നടക്കും. ഇന്ന് നാം ആയിരിക്കുന്ന ആ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇന്ന് ആ മണവാളിന് വേണ്ടിയിട്ട് നാം കാത്തിരിക്കുന്ന ഒരു സ്റ്റേജിലാണ് ആയിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ആത്മ മണവാളൻ വരും. ഈ മണവാളിന് വേണ്ടിയിട്ട് ദൈവസഭ കാത്തിരിക്കുമ്പോൾ ഇന്നത്തെ ചോദ്യം, നാം എത്രത്തോളം വിശ്വസ്തരായിരിക്കുന്നു. അതിനോട് ചേർന്ന് തന്നെയാണല്ലോ ഇന്ന് ആദ്യം കേട്ട ആ മെസ്സേജും. നാം ദൈവസഭയുടെ കർമ്മം അല്ലെങ്കിൽ ദൈവസഭയെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന പദ്ധതികൾ, ദൈവസഭയെ ഏൽപ്പിച്ചിരിക്കുന്ന റെസ്പോൺസിബിലിറ്റീസ് എത്രത്തോളം നാം വിശ്വസ്തരായിരിക്കുന്നു. ഇന്ന് ദൈവസഭയെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ദൈവം കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങൾ വിശ്വസ്തരായിരിക്കണം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു വലിയൊരു ഉത്തരവാദിത്വങ്ങളുണ്ട്. ഇന്ന് പലർക്കും ഈ കവനന്റിനെ കുറിച്ച് അറിയത്തില്ല, ഈ പ്രോമിസസിനെ കുറിച്ച് അറിയത്തില്ല. അത് മറ്റുള്ളവരോട് പറയുക എന്നുള്ളതും രാമദാസ് നേരത്തെ ഓർപ്പിച്ചതുപോലെ പ്രോമിസിനെ കുറിച്ച് ഞങ്ങളെങ്ങനെ പറയുന്നത് ഞങ്ങൾക്കേ അറിയത്തില്ലല്ലോ. നമുക്ക് അറിഞ്ഞാത്ത പ്രോമിസ് എങ്ങനെ നമ്മൾ മറ്റുള്ളവരോട് പറയുന്നത്. ഈ പ്രോമിസസ് ആണ് ഈ ബൈബിളിനകത്തുള്ളത്. ഇതെല്ലാവരുടെയും മുമ്പിൽ നീട്ടപ്പെട്ടു. എല്ലാവരുടെയും മുമ്പിൽ എല്ലാവരുടെയും വീട്ടിലുണ്ട്. ചിലരുടെയൊക്കെ വീട്ടിൽ ഇത് വർഷങ്ങളായിട്ട് കിടന്നുണ്ട്. ഈ കോൺട്രാക്ട് ഒന്നെടുത്ത് വായിക്കാൻ ആർക്കും സമയം കിട്ടില്ല. ഈ കോൺട്രാക്ട് ഒന്ന് വായിച്ചു കഴിയുമ്പോൾ ആരും പറയാതെ തന്നെ അവരൊക്കെ അവരുടെ ജീവിതം ഇതിനായിട്ട് സമർപ്പിക്കും. അത്രയ്ക്ക് പ്രോമിസസ് ഇതിനകത്തുണ്ട്. നമ്മൾ പലപ്പോഴും പറയാറുള്ള ഒരു യോഗ്യതയില്ലായിരുന്നു. നമ്മുടെ പിശാചിന്റെ മക്കളായിരുന്നു. നമ്മൾ ഇതിനകത്ത് വിടുവിക്കാനുള്ള റാൻസം പേ ചെയ്യുവാൻ ഒരു ഭൂമിയിൽ ഒരു മനുഷ്യനും കഴിയാതിരുന്നത്. പിതാവ് നമ്മളോട് കരുണ തോന്നി. പിതാവ് നമ്മളെ സ്നേഹിച്ചു.